കല്യാണ കച്ചേരി. രചന, അവതരണം മിത്രവിന്ദ. ദേവേട്ടൻ എന്തിനാ വണ്ടി നിർത്തിയത്? ഗായത്രി ചോദിച്ചെങ്കിലും കുറച്ചുനേരം ദേവ് മൗനമായി നിന്നു. നീ എന്താ വിവാഹത്തിന് സമ്മതിക്കാത്തത്? അത് ദേവേട്ടനെ ബാധിക്കുന്ന കാര്യമല്ല, തീർത്തും എൻ്റെ പേഴ്സണലായ കാര്യം. നോക്ക് ഗായത്രി, നീ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുന്നതെന്ന് എനിക്കറിയാം. മുൻപെപ്പോഴോ ഏതോ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, ഇപ്പോഴാണെങ്കിൽ അവൾ മറ്റൊരാളുടെ ഭാര്യയും. എന്താണ് ദേവേട്ടൻ്റെ ഉദ്ദേശം? വീണ്ടും ആ ഓർമ്മകളിൽ ജീവിക്കണോ? ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നാൽ മതി. പറയുമ്പോൾ അവളെ കിതച്ചു. ദേവ് ഒന്നും മിണ്ടാതെ കുറച്ചു സമയം നിന്നു. ഗായത്രിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദേഷ്യം മാത്രമായിരുന്നില്ല, വിഷമവും വന്നു. ചെറുതായെങ്കിലും അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ദേവിൻ്റെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമുണ്ടാകുമോ എന്ന്. ഈ നിമിഷം അതാണ് ഇല്ലാതായത്. അവൾക്ക് ആർത്താർത്ത് കരയാൻ തോന്നി. മറ്റൊരുത്തൻ്റെ ഭാര്യയായ ഒരുവളെ ഇപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ ഞാനത്രയ്ക്ക് ചീപ്പല്ല. കുറച്ച് കടുപ്പമേറിയ സ്വരത്തിൽ തന്നെ ദേവ് പറഞ്ഞു. ഗായത്രി നിറഞ്ഞു വന്ന കണ്ണുകൾ ഇറുക്കിയടിച്ചു. അവളുടെ കണ്ണീർ കാണെ അവനും ചെറുതായി വിഷമം വന്നു. ഗായത്രി വരൂ, ഒന്ന് വണ്ടി കയറ്, ഞാൻ വീട്ടിലാക്കാം. പറഞ്ഞത് കേട്ടിട്ടും പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ കമ്പിഴികളിൽ പിടിച്ച് റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഗായത്രി. ഗായത്രി വരൂ, വന്ന് വണ്ടി കയറാൻ. ദേവത് വീണ്ടും ആവർത്തിച്ചതോടെ അവനെ നോക്കാതെ അവൾ കാറിലേക്ക് കയറി. പിന്നീട് അവൾ താമസിക്കുന്ന വീടെത്തുവരെ അവരിരുവരും ഒന്നും തന്നെ പറഞ്ഞില്ല. ആ വീടിന് മുമ്പിൽ കാർ നിർത്തിയതും ഗായത്രി ഡോർ തുറന്നിറങ്ങി. ഇറങ്ങും വഴി അവൾ ദേവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു വേള ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. അവർക്കിടയിലെ പ്രണയത്തിൻ്റെ ഭാഷ മൗനമായി മാറി. പോവാ, അവനോട് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കയ്യിലൊരു പിടി വീണത്. കയറ്. എന്തിന്? എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് ദേവത് പറഞ്ഞതും അവളുടെ ചുണ്ടിലൊരു ചിരി മാഞ്ഞു. എന്ത് സംസാരിക്കാൻ? അതിനല്ലേ വണ്ടിയിൽ കയറാൻ പറഞ്ഞത്? ഈ രാത്രിയിൽ ഇത് എങ്ങോട്ട് പോകാനാ? നിനക്ക് എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ വേണ്ട, ഞാൻ വീട്ടിൽ പോയിക്കോളാം. ദേവേട്ടാ, നേരെ ഒരുപാടായി. അവൻ വണ്ടിയെടുക്കാൻ തുടങ്ങിയതും അവൾ പറഞ്ഞു, നീ ഇപ്പം കയറിക്കേ, എന്നിട്ടാവാൻ ബാക്കി. അവൾ കയറിയതും ദേവ് വണ്ടി മുന്നോട്ടെടുത്തു. ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോവുകയാണ് അവരുടെ കാറ്. എന്തിനാണ് ദേവ് തന്നോട് വീണ്ടും കാറിൽ കയറാൻ പറഞ്ഞതെന്ന് അവൻ എന്താകും തന്നോട് പറയാനുള്ളത് എന്നൊക്കെയുള്ള ആലോചനകളിൽ മുഴുകിയിരിക്കുകയാണ് ഗായത്രി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വഴിയരികിലൊരു തട്ടുകട കണ്ടതും ദേവ് വണ്ടി നിർത്തി. ഒരു ചായ കുടിച്ചാലോ? മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് ഗായത്രി അവനൊപ്പം ഇറങ്ങി. തട്ടുകടയിലെ പഴകിത്തുടങ്ങിയ ഒരു തടിബെഞ്ചിലിരിക്കുകയായിരുന്നു ദേവ്. അവൻ്റെ അരികിലേക്ക് തന്നെ ഗായത്രിയും ഇരുന്നു. പാതിരാക്കാറ്റ് വീശിത്തുടങ്ങി. എങ്ങു നിന്നോ കാറ്റിനൊപ്പം എത്തിയ പേരറിയ പൂമണം അവരെ തഴുകിക്കടന്നുപോയി. ഒരു പ്രായമായ മനുഷ്യനും അയാളുടെ ഭാര്യയും ചേർന്നാണ് ആ തട്ടുകട നടത്തുന്നത്. രാത്രിയെക്കുറിച്ച് വൈകിയതിനാൽ തന്നെ തിരക്കൊട്ടുമില്ലായിരുന്നു. നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ചേട്ടാ, 2 സെറ്റ് ദോശയും ഓംലെറ്റും 2 ചായയും. ദേവ് ബെഞ്ചിലിരുന്നു കൊണ്ട് കടക്കാരനോട് വിളിച്ചു പറഞ്ഞു. എനിക്ക് ദോശ വേണ്ട. ആ, ഇവിടെ ഇതേ ഉള്ളൂ. അതല്ല, എനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് മുമ്പല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചത്. നീയോ? ഞാൻ നോക്കിയപ്പോൾ അത്രയും നീ വെറുതെ ഭക്ഷണത്തിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നീ എപ്പോൾ ഭക്ഷണം കഴിച്ചെന്നാ പറയുന്നത്? ഞാൻ കഴിച്ചിരുന്നു. അത് പറഞ്ഞപ്പോൾ ഗായത്രിയുടെ സ്വരം പതിഞ്ഞു. അപ്പോഴേക്കും കടക്കാരൻ ദോശയുമായി വന്നു. അയാൾ 2 പ്ലേറ്റും ഇരുവർക്കും നേരെ നീട്ടി. ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി മിഴിച്ചിരിക്കുകയാണ് ഗായത്രി. എൻ്റെ ചന്തം ആസ്വദിച്ച് നിൽക്കാതെ പ്ലേറ്റ് വാങ്ങു ഗായു. പെട്ടെന്ന് അവൻ്റെ വായിൽ നിന്നും ഗായു എന്ന വാക്കിൽ തറഞ്ഞു നിൽക്കുകയാണ് ഗായത്രി. ദേവേട്ടൻ എന്താ എന്നെ വിളിച്ച്? നിന്റെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗായു എന്നല്ലേ ഞാൻ വിളിച്ചത്. ചേട്ടനും കേട്ടതല്ലേ? അവർക്കരികിൽ തന്നെ ചിരിയോടെ നിൽക്കുന്ന ആ കടക്കാരനെ നോക്കി ദേവ് ചോദിച്ചു. അയാൾ നിറഞ്ഞു ചിരിച്ചു. അതേസമയം തന്നെ 2 ഗ്ലാസ്സിൽ ചായയുമായി അയാളുടെ ഭാര്യ അവിടേക്ക് വന്നത്. അവർ ആ ചായ അവിടെ കണ്ട ടേബിളിലേക്ക് വെച്ചു. കഴിക്ക്. ദേവ് പറഞ്ഞപ്പോൾ പ്ലേറ്റിലിരുന്ന ദോശ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച്
ചട്നിയിൽ മുക്കിക്കഴിക്കുകയാണ് ഗായത്രി. സത്യം പറഞ്ഞാൽ ഈ മിഴിച്ചുകൊണ്ടുള്ള അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ അവനവളെ പറ്റിക്കാൻ തോന്നി. ഒപ്പം കുറേ കാലം തനിക്കായി കാത്തിരുന്ന് ഒരുപാട് സങ്കടപ്പെട്ടവളാണെന്നും അവനോർത്തു. എന്താ ദേവേട്ടൻ്റെ ഉദ്ദേശം? അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൾ ദേവിനോട് ചോദിച്ചു. നിന്നെ അങ്ങ് കെട്ടിയാലോന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്താ, നല്ല ഉദ്ദേശമല്ലേ? രണ്ടാമതൊന്നുകൂടി ചിന്തിച്ചപ്പോഴാണ് അവൻ എന്താണ് പറഞ്ഞു വന്നത് എന്ന ബോധ്യം അവൾക്ക് വന്നത്. അതേസമയം തന്നെയായിരുന്നു ചുണ്ടോടടുപ്പിച്ച ചായ അവളുടെ നെറുകയിൽ കയറിയതും. ചായത്തരിപ്പിൾ അവൾ ചുമയ്ക്കാൻ തുടങ്ങിയതും അവൻ പ്ലേറ്റ് മടിയിലേക്ക് വെച്ചുകൊണ്ട് ഇടത്തെ കൈവച്ച് അവളുടെ നെറുകയിൽ ചെറുതായി തട്ടിക്കൊടുത്തു. ഇപ്പോൾ തൻ്റെ മുമ്പിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ സത്യം തന്നെയാണോന്നറിയുവാനായി അവൾ മിഴികൾ അടച്ചു തുറന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? കെട്ടണ്ടേ? വേണം. എങ്കിൽ വേഗം കഴിക്ക്. എങ്ങനെയൊക്കെയോ ഭക്ഷണം ഗായത്രി കഴിച്ചു തീർത്തു എന്ന് പറയുന്നവൻ ശരി. ദേവിനെ വിവാഹം കഴിക്കാൻ അത്രയേറെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും അവൻ തൻ്റെ പ്രണയം അംഗീകരിക്കാത്തിടത്തോളം കാലം അവനെ അത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുതെന്ന് മനസ്സിൽ തീരുമാനമെടുത്തോളായിരുന്നവൾ. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഒരിക്കൽ പോലും ദേവിനെ നേരിട്ട് കണ്ടപ്പോൾ തൻ്റെ പ്രണയത്തെക്കുറിച്ചൊരക്ഷരം പോലും അവനോടവൾ പറയാതിരുന്നത്. ഗായത്രി ആഹാരം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയതും ദേവ് അവൾക്കരികിലേക്ക് വന്നു. നമുക്കൊന്ന് നടന്നാലോ? വഴിവിളക്കിൻ്റെ വെട്ടത്തിൽ അവരിരുവരും ആ ഫുട്പാത്തിലൂടെ മുന്നോട്ട് നടന്നു. നനുത്ത ഇളങ്കാറ്റ് അവർ രണ്ടുപേരെയും തഴുകിത്തലോടി കടന്നുപോയി. ഗായു. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദേവ് സംസാരിച്ചു തുടങ്ങി. ഒരുറപ്പുമില്ലാതെ എനിക്ക് വേണ്ടി ഇത്രനാളും കാത്തിരിക്കാൻ പാകത്തിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിനക്കെന്നെ? ദേവിൻ്റെ ആ ചോദ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തൻ്റെ ഉള്ളിൽ ദേവിനോട് തോന്നിയ പ്രണയത്തിൻ്റെ ഓർമ്മയിലേക്ക് അവളെ കൊണ്ടുപോയി. ആ ഓർമ്മകളിൽ ലയിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ ജീവനായിരുന്നു ദേവേട്ടൻ. ആ ഒരാൾ ഒപ്പമില്ലെങ്കിൽ പിന്നെ ചുറ്റുമുള്ളതിനൊന്നും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ലാത്ത പോലൊരിഷ്ടം. ആ ഒരാളെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായാൽ മുൻപിലുള്ള ലോകം പോലും ശൂന്യമായി പോകും പോലൊരിഷ്ടം. രാവും പകലും ആ ഒരാളുടെ ഓർമ്മകളിൽ ജീവിക്കാൻ തോന്നുന്ന തരത്തിൽ ഒരിഷ്ടം. ഇനിയും അവളെ ബാക്കി പറയാൻ അനുവദിക്കാതെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു ദേവ്. അവൻ്റെ കണ്ണുകളും ആ സമയം നിറഞ്ഞു. ഗായുവിൻ്റെ കൈകൾ യാന്ത്രികമായി അവനെ പൊതിഞ്ഞു. അല്പസമയം ആ റോഡരികിൽ അവർ അങ്ങനെ നിന്നു. പിന്നെ പതിയെ അകന്നു മാറി. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. വേണ്ട, ഒരാലോചനയോടെ ഗായത്രി പറഞ്ഞു. അതെന്താ, നിനക്ക് നാളെ ഡ്യൂട്ടി ഇല്ലേ? ഗായത്രി ഒന്നും മിണ്ടാതെ നിന്നു. നീ അമ്മയോട് നാളെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാണ് അതൊരു കള്ളമാണെന്ന്. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അധ്യാപകനല്ലേ. മുൻപിൽ നിന്നൊരാൾ കള്ളം പറഞ്ഞാൽ കൃത്യമായി എനിക്ക് മനസ്സിലാവും. അത് ദേവേട്ടന് എൻ്റെ പ്രസൻസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഗായത്രി ഒരു ചമ്മിയെ ചിരിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടിലേക്ക് പോകാം. ദേവ് അവളുടെ കയ്യിൽ വിരൽ കോർത്തുകൊണ്ട് പറഞ്ഞു. അവർ കാറിനടുത്തേക്ക് തിരികെ നടന്നു. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ സരസ്വതിയോട് എന്തു പറയുമെന്ന ആലോചനയിലായിരുന്നു ഗായത്രി. എന്നാൽ ദേവിൻ്റെ മനസ്സിൽ അമ്മയോട് പറയാനുള്ള മറുപടി മുൻപേ അവൻ കരുതിയിരുന്നു. ദേവിൻ്റെ കാറ് ഗായത്രിയുമായി ആ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു. അവൻ കോളിംഗ് ബെല്ലിൽ പ്രസ് ചെയ്തതും സരസ്വതി വന്ന് വാതിൽ തുറന്നു. ഗായമോളെ വീട്ടിലാക്കിയോ? സരസ്വതി അത് ചോദിച്ചതും അത്രയും നേരം ദേവിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്ന ഗായത്രി അവൻ്റെ അരികിലേക്ക് വന്ന് നിന്നു. മോള് പോയില്ലേ? ചിരിയോടെയാണ് സരസ്വതി അത് ചോദിച്ചെങ്കിലും മറുപടി പറഞ്ഞത് ദേവാണ്. അവൾക്ക് പോകാൻ താല്പര്യമില്ലെന്ന്. അമ്മയൊരു വിളക്ക് കൊടുത്താൽ സ്ഥിരമായി ഇവിടെ തന്നെ നിന്നോളാന്ന്. അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ കൈപിടിച്ചകത്തേക്ക് കയറി. വിളക്ക് മാത്രം പോരാ, ഞാനൊരു താലിയും കെട്ടണോ അത്രേ. അത്രയും നേരം വാതിൽക്ക് കാര്യം മനസ്സിലാകാതെ നിന്ന സരസ്വതിക്ക് അപ്പോഴാണ് അവൻ പറഞ്ഞതിൻ്റെ ധ്വനി പിടികിട്ടിയത്. അവർ വിശ്വാസം വരാത്തതുപോലെ അവരുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ പറഞ്ഞതെന്ന്? കുറേ നാളായില്ലേ നമ്മൾ രണ്ടാളും മാത്രമായിട്ടിവിടെ. ഇനി മുതൽ അങ്ങോട്ട് ഇവളെ കൂടി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്താലോ എന്നോർത്തു. അമ്മയുടെ അഭിപ്രായം എന്താ? സരസ്വതി ഗായത്രിയെ പുണർന്നു. അമ്മായി, ഈ കേൾക്കുന്നത് സത്യമാണോ മോളെ? എൻ്റെ ദേവി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. സരസ്വതി കൈകൂപ്പി ദൈവത്തിന് നന്ദി പറഞ്ഞു.
ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? നിന്നെ മോളായി എനിക്ക് തന്നെ കിട്ടണേ എന്ന്. അതെങ്ങനെ? ചില നേരം വെട്ടുപോത്തിൻ്റെ സ്വഭാവമല്ലേ ഇവന്? അതുമല്ല, നിങ്ങൾ രണ്ടാളും വിവാഹമേ വേണ്ടെന്ന് വെച്ച് നിൽക്കുന്നവർ. അങ്ങനെയുള്ള നിങ്ങൾക്കിടയിലേക്ക് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു വരാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? സരസ്വതി ആശ്ചര്യത്തോടെ ചോദിച്ചപ്പോൾ ദേവ് നോക്കിയത് ഗായത്രിയുടെ മുഖത്തേക്കായിരുന്നു. പറയല്ലേ എന്ന് അവൾ ചുണ്ടനക്കി. അത് കൃത്യമായി സരസ്വതി കാണുകയും ചെയ്തു. പറ മോളെ, നിങ്ങൾ തമ്മിൽ മുൻപേ ഇഷ്ടത്തിലായിരുന്നോ? ഇഷ്ടമുണ്ടായിരുന്നു അമ്മായി, പക്ഷേ അത് എനിക്ക് മാത്രമായിരുന്നു. പണ്ട് ഞാൻ ദേവേട്ടനോട് ഇഷ്ടം പറഞ്ഞതിന് ശേഷം പിന്നീട് എന്നോട് മിണ്ടാൻ പോയിട്ട് ഈ ദേവേട്ടൻ എൻ്റെ അരികിലേക്ക് പോലും വന്നിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടക്കേടായിരുന്നു എന്നോട്. ചുണ്ട് ചുളുക്കി അത് പറയുന്നവളെ തന്നെ ദേവ് നോക്കി നിന്നു. ആ നേരം അവന് അവളോട് വല്ലാത്തൊരു പ്രണയം തോന്നി. സത്യം പറഞ്ഞാൽ അന്ന് ഭൂമിയുമായി നേരെ ഗായത്രിയുടെ വീട്ടിലേക്ക് ചെന്ന ശേഷമാണ് അവൻ്റെ ഓർമ്മകളിൽ വീണ്ടും ഗായത്രി കടന്നു വരുന്നത്. അന്ന് തൻ്റെ പ്രണയം ഭൂമിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു തളർച്ചയോടെ നിൽക്കുന്നവളെ ഓർക്കുമ്പോൾ ഇപ്പോഴും ചങ്ക് പൊടിയും പോലെ അവന് തോന്നി. അമ്മ അവളെ വന്ന കാലി നിർത്താതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വാ മോളെ. സരസ്വതി ഗായത്രിയുമായി അകത്തെ മുറിയിലേക്ക് നടന്നു. വാതിലടച്ച് ദേവ് മുറിയിലേക്ക് കയറി. ഏറെ നാളുകൾക്ക് ശേഷം ഗായത്രി സുഖമായി ഉറങ്ങിയ ഒരു രാത്രി കൂടിയായിരുന്നു അത്. അതേസമയം റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഭൂമി. അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ആരോടും കൃത്യമായി പറയാനും കഴിയുന്നില്ല. താഴെ നിന്ന് ആഹാരം കഴിച്ചിട്ട് മുകളിലേക്ക് വരുന്ന കാർത്തി കാണുന്നതും അവളുടെ ഈ നടപ്പാണ്. എന്തോ ഒരു ഭൂമി, എന്താണെന്നറിയില്ല കണ്ണേട്ട, എന്തോ ഒരു വല്ലായ്മ പോലെ. താൻ ഇങ്ങോട്ടേക്കിരിക്കുക. അവളെ സാവധാനം ബെഡിലേക്ക് പിടിച്ചിരുത്തി കാർത്തി. താൻ ദാ ആ വെള്ളം കുടിക്കുക. മേശപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്നും അല്പം വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് അത് അവളുടെ ചുണ്ടോട് അടുപ്പിച്ചു കൊടുത്ത് കാർത്തി. ഒരിറക്ക് വെള്ളം കുടിച്ചതും അവൾ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. എനിക്ക് വാഷ്റൂമിൽ പോകണം. അവൾ വേഗം ബാത്റൂമിൽ കയറിയതേ അവൾ വാഷ് ബേസിനിലേക്ക് വൊമിറ്റ് ചെയ്തു. കാർത്തി വേഗം കയറിയിട്ട് അവളുടെ പുറം തിരുമ്മിക്കൊടുത്തു. എന്താ പറ്റിയത് ഭൂമി? വാ, നമുക്ക് ആശുപത്രി പോകാം. വേണ്ട കണ്ണേട്ട, അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല. ഇന്ന് വൈകിട്ട് കുറച്ച് പരിപ്പൂടെ കഴിച്ചില്ലേ, ചിലപ്പോൾ ഗ്യാസ് കയറിയതാവും. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ശരിയാവും. എക്സാം ആവുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉള്ളതാ. യാതൊരു കാര്യമില്ലാതെ ടെൻഷൻ അടിച്ച് തല കറങ്ങും. ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും. ഇത്തിരി നേരം കിടന്നാൽ ഓക്കെ ആകും. എങ്കിൽ വാ, വന്ന് കിടക്ക്. അതും പറഞ്ഞുകൊണ്ട് കാർത്തി അവളെ ബെഡിലേക്ക് കിടത്തി. അല്പനേരത്തിനകം തന്നെ അവൾ ഉറങ്ങിയിരുന്നു. എന്തായാലും നാളെ വൈകുന്നേരം വന്നിട്ട് ഭൂമി ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, കാർത്തി തീരുമാനിച്ചു. ഒപ്പം തന്നെ പരീക്ഷാപ്പേടി കാരണം ചില കുട്ടികൾക്ക് ടെൻഷൻ അടിച്ചിങ്ങനെ ഉണ്ടാവാറുണ്ടെന്നും അവനറിയാം. ഭൂമിയുടെ കാര്യത്തിൽ അവന് സംശയം വെച്ചു പുലർത്താൻ കഴിയുന്നില്ല. ഡോക്ടറെ കണ്ടേ തീരൂ എന്നുറപ്പിച്ചുകൊണ്ടവൻ കണ്ണുകൾ അടച്ചു കിടന്നു. പിറ്റേന്ന് ഭൂമി പതിവ് പോലെ താമസിച്ചാണ് എഴുന്നേറ്റത്. പതിവിലും അല്പം കൂടി താമസിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കാർത്തി രാവിലെ കോളേജിലേക്ക് പോകുന്ന സമയം ഭൂമി നല്ല ഉറക്കത്തിലായിരുന്നു. ഭൂമി ഛർദ്ദിച്ച വിവരം സുഭദ്രയോട് പറയാനും കാർത്തി മറന്നുപോയി. എന്നാൽ കാർത്തി കോളേജിലേക്ക് പോയി സമയമേറെ കഴിഞ്ഞിട്ടും അവളെ താഴേക്ക് കാണാത്തതിനെ തുടർന്ന് മുകളിലെ അവരുടെ റൂമിലേക്ക് കയറി വന്നാണ് സുഭദ്ര. അപ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന ഭൂമി. അവളുടെ ആ ഉറക്കം കണ്ടിട്ട് വിളിക്കാൻ തോന്നിയില്ലെങ്കിലും ഒടുക്കം അവർ ഭൂമിയെ വിളിച്ചു. നാളെയാണ് അവൾക്ക് പരീക്ഷകൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവരവളെ ഉണർത്തി ഫ്രഷായി വേഗം താഴേക്ക് വന്നിട്ട് പോയിരുന്നു. പഠിക്കണമെന്ന് പറഞ്ഞു. ഭൂമി തലകുലുക്കിക്കൊണ്ട് എണീറ്റു. സുഭദ്ര പറഞ്ഞതുപ്രകാരം താഴേക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഭൂമി. ഭൂമിയുടെ ഇഷ്ടപ്പെട്ട ആഹാരമായ പുട്ടും കടലയുമായിരുന്നു അന്നും ബ്രേക്ക്ഫാസ്റ്റ്. അല്പം എടുത്ത് വായിലേക്ക് വെച്ചെങ്കിലും അവൾക്ക് പ്രത്യേകിച്ച് രുചിയൊന്നും തോന്നിയില്ല. എങ്കിലും അവൾ കുറച്ച് കഴിച്ചു. ആഹാരം കഴിച്ചു കഴിഞ്ഞ് പഠിക്കാനായി ഭൂമി മുകളിലേക്ക് കയറുമ്പോൾ ഡൈനിങ് ടേബിളിലിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കാൻ തുടങ്ങുകയാണ് സുഭദ്ര. അതേ സമയം തന്നെയായിരുന്നു മുകളിലേക്കുള്ള ഒരു പടി മാത്രം കയറി കൈവരിയിൽ പിടിച്ചുകൊണ്ട്
നിന്ന ഭൂമി തലയ്ക്ക് കൈകൊടുത്ത് നിന്നത് അവൾക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നി. അമ്മ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ അവളുടെ നാവ് കുഴഞ്ഞു പോയിരുന്നു. അവൾ കൈവരിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് ഇരിക്കാൻ ശ്രമിച്ചെങ്കിലും പതിയെ കൈകൊണ്ടുള്ള പിടുത്തം അഴിഞ്ഞുപോയി. അപ്പോഴേക്കും തന്നെ സുഭദ്ര താഴെ നിന്ന് ഓടി വന്ന് അവളെ താങ്ങി. ബാലേട്ടാന്ന് സുഭദ്ര ബാലയെ തന്നെ ഉറക്കെ വിളിച്ചു. ഉമ്മറത്ത് പത്രം വായിച്ചുകൊണ്ടിരുന്ന അയാൾ വേഗം അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്താ സുഭദ്ര? കയറി വന്ന ബാലേന്ദ്രൻ്റെ മുഖഭാവം മാറി. ഓടി വാ ബാലേട്ടാന്നവർ അലറി വിളിച്ചു. മോൾക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്നിട്ട് രണ്ടാളും ചേർന്ന് അവളെ താങ്ങി പിടിച്ചുകൊണ്ടുവന്നിരുത്തി. നിങ്ങൾ പെട്ടെന്ന് വണ്ടി എടുക്കുക ബാലേട്ട. മോൾ ആഹാരം കഴിച്ചിട്ട് പഠിക്കാനായി മുകളിലേക്ക് കയറിയപ്പോൾ തലചുറ്റി. സുഭദ്ര അവളെ താഴെ വീഴാതെ തൻ്റെ ഉടലോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്നാൽ അയാൾ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവന്നു. സുഭദ്ര ഇത്തിരി വെള്ളം അവളെ കുടിപ്പിച്ചു. ഒപ്പം മുഖമൊക്കെ കഴുകിക്കൊടുത്തു. അപ്പോഴേക്കും അവൾക്ക് തെല്ല ആശ്വാസം തോന്നി. ബാലേട്ട, കാർ ഇറക്കിക്കോ, ഹോസ്പിറ്റലിൽ പോകാം. ബാലൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും അവർ അവളുമായി കാറിനടുത്തേക്ക് എത്തിയിരുന്നു. അവരുടെ കാർ നേരെ സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കുതിച്ചു. പിന്നെ തളർന്ന അവശയായി സുഭദ്രയുടെ ചുമലിൽ തല ചായച്ച് ഭൂമിയിരുന്നു. അവൾക്ക് എന്തൊക്കെയോ വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. മോളെ, സുഭദ്ര അവളെ വിളിച്ചു. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെത്തും. മോള് ടെൻഷൻ ആവണ്ട കേട്ടോ. വെള്ളം വേണോ മോളെ? ബാലൻ ചോദിച്ചു. വേണ്ടച്ച, ഇപ്പം ക്ഷീണം കുറവുണ്ട്. അമ്മേ, ഇത്തിരി നേരം കഴിഞ്ഞതും അവൾ സുഭദ്രയെ വിളിച്ചു. എന്താ മോളെ? അമ്മേ, കണ്ണേട്ടിനെ ഒന്ന് വിളിക്കാമോ? അത് ചോദിക്കുമ്പോൾ പാവം ഭൂമിയുടെ മിഴികൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു തൂവിയിരുന്നു. തുടരും. ഗുഡ് ന്യൂസാണോ അതോ ബാഡ് ന്യൂസാണോ മക്കളെ?